എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 20 ശ്ലോകം 36, 37, 38, 39 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 4 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 20ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ വംശാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് യാഗം ചെയ്ത ആ ഭരത മഹാരാജാവിന് മരുദേവന്മാര് സന്തുഷ്ടരായിട്ട് ഭരദ്വാജൻ എന്നു പേരായ ഒരു പുത്രനെ കൊണ്ടുവന്നു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ മരുത്തുക്കൾക്ക് എങ്ങനെയാണ് ഈ ഭരദ്വാജൻ എന്ന ആ പുത്രനെ കിട്ടിയത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. അന്തർവത്ന്യാം ഭ്രാതൃപത്ന്യാം മൈഥുനായ ബൃഹസ്പതി പ്രവൃത്തോ വാരിതോ ഗർഭം ശപ്ത്വാ വീര്യമവാസൃജൽ. അന്തർവത്ന്യാം ഗർഭിണിയായിരിക്കുന്ന ഭ്രാതൃപത്നിയിൽ അതായത് ജ്യേഷ്ഠന്റെ ഭാര്യയില് മൈഥുനത്തിനായിക്കൊണ്ട് പ്രവൃത്തനായ ബൃഹസ്പതി വാരിത നിവാരണം ചെയ്യപ്പെട്ടു. ഗർഭം ശപ്ത്വ ഗർഭത്തെ ശപിച്ചിട്ട് വീര്യം രേതസ്സിനെ അവാസൃജൽ വിസർജിച്ചു. മരുത്തുക്കൾക്ക് ഭരദ്വാജനെ എങ്ങനെ ലഭിച്ചു എന്ന് അതാണ് ഇതിൽ പറയണത്. പറയാൻ തന്നെ വിഷമാവും. അങ്ങനത്തെ ഒരു കഥകളാണ് ഇതിൽ പറയണത്. ജ്യേഷ്ഠനായ ഉദത്തിന്റെ ഗർഭിണിയായ പത്നിയിലെ സംയോഗത്തിനായി പുറപ്പെടുകയാണ് ഈ ബൃഹസ്പതി. ഇപ്പൊ രണ്ടാമത് ഒരു ഗർഭത്തിന് ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ആ ഗർഭത്തിലിരിക്കുന്ന ആ ഉണ്ണി ബൃഹസ്പതിയെ അങ്ങോട്ട് തടഞ്ഞു. അപ്പൊ ഈ ബൃഹസ്പതിക്ക് ദേഷ്യം വന്നിട്ട് നീ അന്ധനായിട്ട് ഭവിക്കുക എന്ന ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ ബൃഹസ്പതി ശപിച്ചു. ആ സമയം ഗർഭസ്ഥനായിട്ടുള്ള ശിശു ആ വീര്യത്തെ കാലോണ്ട് അങ്ങോട്ട് ചവിട്ടി പുറത്തേക്ക് ആക്കിയിരുന്നു. അങ്ങനെ നിലത്ത് വീണ ആ ബൃഹസ്പതി വീര്യം ഉടനെ ഒരു കുമാരനായിട്ട് ഭവിച്ചു. അതാണ് ഈ ഭരദ്വാജൻ. ബൃഹസ്പതിയുടെ സഹോദരനായ ഉദത്തിന്റെ പത്നിക്ക് മമത എന്നാണ് പേര്. അപ്പൊ ബൃഹസ്പതി ശപിച്ചുല്ലോ. ആ മമതാ ഗർഭത്തിലെ ആ ഉണ്ണിയാണ് അന്ധനായിട്ട് ജനിച്ച ദീർഘതമസ് എന്ന മഹർഷി. നിലത്ത് വീണ ബൃഹസ്പതിയുടെ വീര്യത്തിൽ നിന്നുണ്ടായതാണ് ഭരദ്വാജൻ. തം ത്യക്തു കാമാം മമതാം ഭർതൃത്യാഗ വിശങ്കിതാം നാമനിർവചനം തസ്യ ശ്ലോകമേനം സുരാജഗു. ഭർതൃത്യാഗ വിശങ്കിതാം ഭർത്താവ് ത്യജിക്കുമെന്നുള്ള ശങ്കയോടുകൂടിയവളും തം ത്യക്തുകാമാം അവനെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നവളുമായ മമതയോട് തസ്യ നാമനിർവചനം അവന്റെ നാമത്തെ നിർവചിക്കുന്ന ഏനം ശ്ലോകം ഈ ശ്ലോകത്തെ സുരാ ജഗു ദേവന്മാര് ഗാനം ചെയ്തു. ഇത് അന്യന്റെ വീര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള പുത്രനാണല്ലോ. അപ്പൊ ഇനി ഭർത്താവിന് ദേഷ്യം വന്ന് എന്നെ ഉപേക്ഷിക്കോ എന്ന് വിചാരിച്ചിട്ട് ആ മമത ആ പുത്രനെ ഉപേക്ഷിക്കാൻ ഭാവിക്കുകയാണ്. അപ്പൊ മമതയോട് ദേവന്മാര് പറയണു മൂഢേ ഭരദ്വാജമിമം ഭരദ്വാജം ബൃഹസ്പതേ യാദൗ യദുക്ത്വാ പിതരൗ ഭരദ്വാജസ്തതസ്ത്വയം. മൂഢേ അറിവില്ലാത്തവളെ ദ്വാജം ഇമം രണ്ടുപേരിൽ നിന്ന് ജനിച്ച ഇവനെ ഭരിച്ചാലോ അതിനെ സ്വീകരിച്ചോളൂ എന്ന് പറയാണ്. ബൃഹസ്പതേ ഹേ ബൃഹസ്പതേ ദ്വാജം ഭര സ്വീകരിച്ചോളൂ രണ്ടുപേരിൽ നിന്ന് ജനിച്ചവനെ സ്വീകരിച്ചോളൂ എന്ന് ബൃഹസ്പതിയോടും പറയണം. യത് ഉക്ത്വ യാതൊന്നിനെ പറഞ്ഞിട്ട് പിതരവും മാതാപിതാക്കന്മാര് യാദവ് യാനം ചെയ്തുവോ തഥാ അയം ഭരദ്വാജ അതുകൊണ്ട് ഇവൻ ഭരദ്വാജൻ എന്നു പേരുള്ളവനായിട്ട് ഭവിച്ചു. പുത്രനെ ഉപേക്ഷിക്കണത് ഹിംസയ്ക്ക് തുല്യമാണെന്ന് അറിയില്ലേ? അത് അറിയാത്ത മൂഢേ. അതുകൊണ്ടാണ് മൂഢേ എന്ന് വിളിച്ചത്. നിങ്ങള് രണ്ടുപേരിൽ നിന്ന് ജനിച്ച
ഇവനെ നീ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ മമത അത് കേട്ടില്ല, ഉപേക്ഷിക്കാൻ ഭാവിച്ചു. അപ്പൊ ദേവന്മാര് ബൃഹസ്പതിയോട് പറഞ്ഞു, ഹേ ബൃഹസ്പതി, നിങ്ങൾ രണ്ടുപേരിൽ നിന്ന് ജനിച്ച ഇവനെ അങ്ങ് സ്വീകരിക്കൂ, ഭരിച്ചാലും, അതാണ് അങ്ങ് ഭരിച്ചാലും എന്ന് പറഞ്ഞു. അപ്പൊ ബൃഹസ്പതിയും മമതയും രണ്ടുപേരും സ്വീകരിച്ചില്ല ആ ഉണ്ണിയെ. അപ്പൊ രണ്ടുപേരും ആ ശിശുവിനെ ഭരിക്കാതെ ഉപേക്ഷിച്ചു പോയി. അതുകൊണ്ടാണ് ഈ ശിശുവിന് ഭരദ്വാജൻ എന്ന് പേരുണ്ടായത്. ചോദ്യമാനാസുരേരൈവം മത്വാ വിദധം ആത്മജം വ്യസൃജൻ മരുതോ വിഭ്രൻ ദത്തോയം വിദധേന്വയേ. സുരൈ ദേവന്മാരാൽ ഏവം ചോദ്യമാന ഇപ്രകാരം പ്രേരിപ്പിക്കപ്പെട്ട അവൾ ആത്മജം പുത്രനെ വിദധം മത്വ വ്യർത്ഥമെന്ന് വിചാരിച്ചിട്ട് വ്യസൃജൻ ഉപേക്ഷിച്ചു. മരുത മരുത്തുക്കൾ അഭിഭ്രൻ ഭരിച്ചു. അന്വയേ വിദധേ വംശം നിഷ്ഫലമായപ്പോൾ അയം ഇവൻ ദത്ത ദാനം ചെയ്യപ്പെട്ടു. അങ്ങനെ ദേവന്മാരൊക്കെ അത്രയും പറഞ്ഞിട്ടും പ്രേരിപ്പിച്ചിട്ടും ഈ വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചതാണല്ലോ ഈ പുത്രൻ, അപ്പൊ അത് അപവാദം ആവില്ലേ, എനിക്ക് അപവാദം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മമത ഉപേക്ഷിച്ചു, ബൃഹസ്പതി ഉപേക്ഷിച്ചു. അപ്പൊ മരുദേവന്മാര് ആ ഭരദ്വാജനെ എടുത്ത് വളർത്തി. അങ്ങനെ അപ്പൊ ഭരതവംശത്തില് ഇപ്പൊ പിന്നെ സന്താനം ഇല്ലാതെ വന്നൂല്ലോ. അങ്ങനെ വംശം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ അവസരത്തില് മരുത്തുക്കള് ഭരദ്വാജനെ നൽകി. അങ്ങനെ ഭരതവംശം വർദ്ധിച്ചു എന്ന് പറയുന്നു ഈ ശ്ലോകത്തില്. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഭരതചരിത നിരൂപണം നാമ വിംശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 20ാമത്തെ അധ്യായം ശ്രീഹരിയുടെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.